നിങ്ങളുടെ ഇഷ്ട സ്പേസിൽ നിങ്ങളുടെ ഇഷ്ട ഡിസൈനിൽ ഒരു വീടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒപ്പം തന്നെ ഇത്രയും മനോഹരമായൊരു സ്പേസിൽ രാവിലെയും വൈകിട്ടും ഇതുപോലെ നല്ലൊരു ചൂട് ചായ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത്തരമൊരു വീടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം ഇരിഞ്ഞാലക്കുടയിൽ വെള്ളാങ്കല്ലൂരുള്ള ചിറമേൽ തീത്തയിൽ വീടാണ്. മുംബൈ സെറ്റിൽഡ് മലയാളി ഫാമിലിയായ ആന്റോ ടിവിയുടെ വീടാണിത്. ആൻഡ് കേരളത്തിലെ തന്നെ ലീഡിംഗ് ഡെവലപ്പേഴ്സായ ഡിസൈൻ ഡ്രാഫ്റ്റ് ആണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 15 സെന്റ് ഭൂമിയാണ് ഇത്. അതുപോലെ തന്നെ 2500 സ്ക്വയർ ഫീറ്റില് താഴെയാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. മാത്രമല്ല ഇതാ കാണുന്നില്ലേ, കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു അടിപൊളി വീടാണ്. ആൻഡ് വന്ന് കയറുമ്പോൾ തന്നെ മുറ്റം തന്നെ 2 രീതിയിലാണ് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് വരുന്നത് നമുക്കൊരു ഡ്രൈവ് ഏരിയ ഉണ്ട്. ഡ്രൈവ് ഏരിയയിൽ തന്നെ നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇങ്ങനെ ലെയർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് അതിന്റെ 2 സൈഡിലും കോട്ടയാടുണ്ട്. കോട്ടയാടിൽ നമ്മൾ നാച്ചുറൽ പേൾ ഗ്രാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരുപാട് ചെടികൾ വെച്ച് ഈ ഒരു ഇടം നല്ല രീതിയിൽ മനോഹരമാക്കിയിട്ടുണ്ട്. സോ ഏത് വ്യൂവിൽ നിന്ന് നോക്കിയാലും അടിപൊളി ലുക്കുള്ള ഒരു വീടാണിത്. മാത്രമല്ല ഐവറിയും അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഈ ഒരു വീടിന്റെ ഷെയ്ഡ് വരുന്നത്. മാത്രമല്ല മുകളിലായിട്ട് തന്നെ നമുക്ക് കാണാം പാരപ്പറ്റ വാളിന് പകരം ഹാൻഡ് ഡ്രില്ലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇഷ്ട വാഹനങ്ങൾക്ക് വേണ്ടി സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു കാർ പോർച്ച് ഉണ്ട്. മാത്രമല്ല ഈ ഒരു കാർ പോർച്ചിന്റെ ഫ്ലോറിലായിട്ട് വരുന്നത് സെറാമിക് ടൈൽസ് ആണ്. വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് 2 സൈഡിലായിട്ടുള്ള ക്ലാഡിംഗ് ടൈൽസ് ആണ്. ആൻഡ് ഇത് വരുന്നത് സ്റ്റോൺ ടൈപ്പിലുള്ള ക്ലാഡിംഗ് ടൈലാണ്. മറ്റൊന്ന് വരുന്നത് സ്പെഷ്യൽ ഗ്രേഡിലുള്ള ഒന്നാണ്. സിറ്റ് ഔട്ടിൽ തന്നെ ഇവിടെ 2 ടൈപ്പിലാണ് ഫ്ലോറിംഗ് വരുന്നത്. ഇവിടെ ലെഫോത്തറ സീരീസിലുള്ള ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഈ ഒരു സൈഡിലായിട്ട് വരുന്നത്. ദെൻ ഇവിടെ വരുന്നത് GVT ടൈൽസ് ആണ് വരുന്നത്. അതിഥികളെ സ്വാഗതം ചെയ്യാൻ നല്ല രാജകീയമായിട്ടുള്ള 2 ചെയേഴ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അതായത് ഫ്രണ്ട് ഏരിയയിൽ തന്നെ 2 സൈഡിൽ സിംഗിൾ ഷട്ടറിലുള്ള വിൻഡോസ് ആണ് ഇവിടെയുള്ളത്. ഒപ്പം തന്നെ ഡോറും ഇവിടെയുള്ളതെല്ലാം ടീക്ക് വുഡിലാണ് തീർത്തിരിക്കുന്നത്. ചിറമേൽ തീത്തയിൽ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്റീരിയർ സ്പേസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ തന്നെ GVT ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതേ മാച്ചിങ് ആയിട്ട് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സെറ്റി ഇവിടെയുണ്ട്. ഒപ്പം തന്നെ മാച്ചിങ് കളറിൽ തന്നെ ഇവിടെ കേർട്ടൻസും ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള കളർ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഒരു കോഫി ടേബിൾ ഉണ്ട്. കോർണർ സൈഡിലായിട്ട് തന്നെ ഒരു ലാമ്പ് ഉണ്ട്. മാത്രമല്ല ഒരു വലിയ TV ഇവിടെ വുഡൻ ഫേർണിഷ്ഡ് ആയിട്ടുള്ള ടേബിളിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു വാൾ ടെക്സ്ചർ പെയിന്റിംഗ് എന്ന് പറയുന്നത് ഒരു മാറ്റ് ഫിനിഷിംഗിലാണ് വരുന്നത്. വളരെ ഭംഗിയുള്ളതാണ് കാണാൻ. ആൻഡ് ഇവിടുത്തെ സീലിംഗ് വരുന്നത് ജിപ്സം സീലിംഗ് ആണ്. വിത്ത് ബോർഡറിൽ വരുന്നത് ഇവിടെ വുഡൻ ബോർഡർ ആണ് വരുന്നത്. നെക്സ്റ്റ് സ്പേസ് വരുന്നത് ഇതൊരു പ്രെയർ സ്പേസ് ആണ്. വിത്ത് ഫാമിലി ലിവിംഗ് റൂം ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രെയർ സ്പേസ് എന്ന് പറയുന്നത് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഒപ്പം തന്നെ എല്ലാം വുഡ് ഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കാണ് ഇവിടെ വരുന്നത്. മാത്രമല്ല ഇവിടെ സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ വന്ന് നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആണ്. സോ നമ്മുടെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ആണിത്. ബാത്റൂം അറ്റാച്ച്ഡോട് കൂടിയുള്ള ബെഡ്റൂം ആണ്. ഇവിടെ സൈഡിലായിട്ട് തന്നെ ഒരു ബ്ലൈൻഡ് ലൈൻ കർട്ടൻ ആണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല സൈഡിൽ തന്നെ ഒരു ടേബിൾ ഉണ്ട്. ദെൻ ഇവിടെ ഒരു വുഡ് ഫിനിഷ്ഡിലുള്ള കോട്ടാണ് വരുന്നത്. ഹെഡ് പാർട്ടിൽ സപ്പോർട്ടിംഗ് പാർട്ടായിട്ട് വരുന്നത് അപ്പോസ്ലി വർക്ക് ആണ്. മാത്രമല്ല ഈ ഒരു വാൾ ടെക്സ്ചർ പെയിന്റിംഗ് അതിമനോഹരമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ അടുത്ത് തന്നെ ടീക്ക് വുഡിൽ തീർത്ത വാൾ ഡ്രോപ്പ് ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ദെൻ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ബാത്റൂമിന്റെ ഒരു സ്പേസ് ഉള്ളത്. ഇത് ഫൈബർ ഡോറാണ്. ഇതിന്റെ ഫ്ലോർ വരുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ്. ഒപ്പം തന്നെ അതിന്റെ വാളിൽ വരുന്നത് ഗ്ലോസി ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ നേരത്തെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഡ്രോയിങ് റൂമിന്റെയും ലിവിംഗ് റൂമിന്റെയും ഒക്കെ കണ്ടിന്യൂ ആയിട്ടുള്ള GVT ടൈലിലുള്ള ഐവറി കളറിലാണ് ഇവിടുത്തെ ടൈലെല്ലാം വരുന്നത്. മാറ്റ് ഫിനിഷിംഗ് ആണ്. ദെൻ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ലിവിംഗ് സ്പേസിനെയും അടുത്തതായിട്ട് വരുന്നത് ഡൈനിങ് സ്പേസ് ആണ്. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ഡിവൈഡർ ഇവിടെയുള്ള MS സ്ക്വയർ ട്യൂബ് പ്ലസ് വുഡൻ പാനലാണ് ഇത് തീർത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. മാത്രമല്ല ഈ ഒരു ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത് ടൈലിലാണ്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ടേബിൾ ആണ്.
അപ്പോൾ തന്നെ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി നൈറ്റിലൊക്കെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇവിടെ വാളിലായിട്ട് നല്ലൊരു പെയിന്റിംഗ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിന് കുറച്ച് മാറിയിട്ട് തന്നെ ഇവിടെ വാഷ് ബേസിൻ ഏരിയ ഉണ്ട്. സോ ഇതിന്റെ ഈ ഒരു പാർട്ട് വരുന്നത് നമ്മുടെ ഇവിടെ GVT ടൈൽസിന്റെ സെയിം തന്നെയാണ് വരുന്നത്. മാത്രമല്ല വാൾ ടെക്സ്ചർ ഡ്രോയിങ് റൂമിലെ സെയിം തന്നെയാണ്. ഒപ്പം ഇവിടെ ഒരു ടിമ്പർ സ്ട്രിപ്സ് കൂടെ ഉണ്ട്. ഒപ്പം തന്നെ അതായത് സ്ക്വയർ ടൈപ്പില് ഇവിടെ ഒരു മിറർ കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ ഫസ്റ്റ് കണ്ട റൂമിൽ ഒരുപാട് ഫീച്ചേഴ്സ് തന്നെയാണ് സെയിം ആയിട്ട് വരുന്നത്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ മാറ്റുള്ളൂ. അത് കോട്ടിൽ നമ്മുടെ ഇവിടെ അപ്പോസ്ലി ഇവിടെ ഒരു ഡയമണ്ട് ബട്ടൺ ടൈപ്പാണ് ഈ അപ്പോസ്ലി വരുന്നത്. മാത്രമല്ല ഈ മുകളിലത്തെ പാർട്ട് എന്ന് പറയുന്നത് ജിപ്സം മാത്രമാണ്. പിന്നെ ടേബിളും അതുപോലെ തന്നെ ഇവിടെ ബ്ലൈൻഡ് കർട്ടനും ഒപ്പം വാർഡ്രോബും എല്ലാം സെയിം തന്നെയാണ്. അതിന്റെ സെയിം ഫീച്ചേഴ്സിൽ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല നല്ലൊരു ബാത്റൂമും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കലവറയിലേക്ക് സ്വാഗതം. സോ ഒരു ഓപ്പൺ കിച്ചൺ ആണിത്. ഇതിന്റെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് ഇത് വരുന്നത്. ആൻഡ് ഇതിന്റെ മുകളിലായിട്ട് തന്നെ ഒരു ഹാങ്ങിങ് ഷെൽഫ് ഉണ്ട് വിത്ത് ഗ്ലാസ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മോഡുലാർ കിച്ചൺ ആണ് വിത്ത് വുഡൻ ഫിനിഷിലാണ് ഇത് വരുന്നത്. ഒപ്പം തന്നെ ഈ ഫ്ലോറിന്റെ സെയിം ടൈൽ തന്നെയാണ് ഇവിടെയുള്ള വാളിലെല്ലാം തന്നെ വരുന്നത്. മാത്രമല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഈ മോഡുലാർ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഹാൻഡ് റില്ലാണ്. ഈ ഹാൻഡ് റിൽ തന്നെ ടീ വുഡിലാണ് വരുന്നത്. ഒപ്പം തന്നെ ഇത് സ്ക്വയർ ട്യൂബിലാണ് വരുന്നത്. മാത്രമല്ല ഇതിന്റെ സ്റ്റെപ്സ് വരുന്നത് നമ്മുടെ ലെപ്പുത്ര സീരീസിലുള്ള ഗ്രാനൈറ്റ് ആണ്. ഒപ്പം തന്നെ GVT ടൈൽസ് താഴെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. സിറ്റ് ഔട്ടിലേക്കുള്ള എൻട്രി ഈ ഒരു സൈഡിലായിട്ടാണ് ഉള്ളത്. ആൻഡ് നല്ലൊരു ഭംഗിയുള്ള ഒരു ആർട്ടീസ് ഒക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട്. ആൻഡ് ദെൻ ഇനി നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം ആണിത്. താഴത്തെ ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സ് ഒക്കെയാണ് ഒരുപാട് എല്ലാം വരുന്നത്. ആൻഡ് മുകളിൽ ജിപ്സം മാത്രമാണുള്ളത്. ജിപ്സം സീലിംഗ് മാത്രമാണ്. ഒപ്പം തന്നെ ഇവിടെ കോട്ടിന്റെ അപ്പോസിറ്റ് വർക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ആർട്ട് പീസ് ഈ ഒരു ഹെഡ് പാനലായിട്ട് തന്നെ കാണാനുണ്ട്. സോ നെക്സ്റ്റ് ഇവിടുത്തെ വാർഡ്രോബ് ആണ്. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇനി ഇതിന്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ ബാത്റൂം ഏരിയ ആണ്. ഇവിടെ തന്നെ ഈ ഒരു ഫ്ലോർ വരുന്നത് നമ്മുടെ മാറ്റ് ഫിനിഷിങ്ങും ഒപ്പം തന്നെ ഈ വാളിൽ വരുന്നത് ഗ്ലോസി ആണ്. രണ്ടും ഗ്രേ കളറിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് റൂമിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ബാക്കി എല്ലാ റൂമിൻ്റെയും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഇവിടെ കോട്ട് ഉണ്ട്. കോട്ടിൽ തന്നെ ഹെഡ് പാർട്ടിലായിട്ട് അപ്പോസിറ്റ് വർക്ക് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ വാർഡ്രോബ് ഒക്കെയുണ്ട്. പിന്നെ ഇവിടെ വാളിലായിട്ട് ഒരു പെയിന്റിംഗ് ഉണ്ട്. ആക്ച്വലി താഴെയുള്ള ഡൈനിങ് സ്പേസിന്റെ സെയിം ഒരു പെയിന്റിംഗ് തന്നെയാണ് ഇവിടെ മുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം 2 വിൻഡോസ് ആണ് വരുന്നത്. 2 വിൻഡോസിൽ തന്നെ ഒരെണ്ണത്തിൽ 3 ഷട്ടേഴ്സ് വീതമാണ് വരുന്നത്. ദെൻ ഇവിടെ ബാത്റൂം സ്പേസ് കൂടിയുണ്ട്. ബാത്റൂമിൽ നേരത്തെ സെയിം പാറ്റേൺ തന്നെയാണ്. താഴെ മാറ്റ് വർക്കും അതുപോലെ തന്നെ ഗ്ലോസി വാളിൽ ഗ്ലോസി ആയിട്ടുള്ള വർക്ക്സ് ഒക്കെയാണ് വരുന്നത്. അടിപൊളി വ്യൂ ആണ്. ആക്ച്വലി വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് അമേസിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഇത്രയും വലിയൊരു പാടശേഖരമൊക്കെ നോക്കി നിന്ന് ഒപ്പം തന്നെ ഈ ഒരു സ്പേസ് ഈ ഒരു എൻറ്റയർ ഏരിയ നല്ല രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെയാണിത്. വളരെ ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈവനിങ്ങിൽ നല്ലൊരു ചായയൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഇരുന്ന് കുടിക്കാൻ വളരെ മനോഹരം തന്നെയാണ്. ഒപ്പം ഇനി ഇവിടുത്തെ ഫീച്ചേഴ്സൊക്കെ പറയുകയാണെങ്കിൽ ക്ലാഡിംഗ് ടൈലൊക്കെ ഇവിടെ വരുന്നുണ്ട്. സ്റ്റോൺ ടൈപ്പിലുള്ള ക്ലാഡിംഗ് ടൈലാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഹാൻഡ് ഡ്രിൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിലുള്ള ഗേറ്റിന്റെ സെയിം പാറ്റേണിൽ തന്നെയുള്ള ഹാൻഡ് ഡ്രില്ലാണ് ഇവിടെ വരുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ചിറമേൽ വീട്? മനോഹരം അല്ലേ? ഇനി നിങ്ങൾക്കും ഇതുപോലെ മനോഹരമായ വീട് സ്വന്തമാക്കാം. അത് ഡിസൈൻ ക്രാഫ്റ്റ് ഡിസൈനേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഉറപ്പ്. മാത്രവുമല്ല കേരളത്തിലുടനീളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഗ്രഹത്തിനനുസരിച്ചുള്ള എല്ലാവിധ ഡിസൈനിലുള്ള വീടുകളും സ്വന്തമാക്കാം. ഒപ്പം ഇക്കോണമി ഓർ ബജറ്റ് വില്ലാസ്, പ്രീമിയം വില്ലാസ്, ലക്ഷറി വില്ലാസ് എന്നീ വില്ലാസും ഇവിടെ നിർമ്മിക്കും. മാത്രവുമല്ല ഡിസൈനിങ്, കോൺട്രാക്ട്, ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ്, സൂപ്പർവിഷൻ, എക്സ്റ്റീരിയർ എന്നീ സേവനങ്ങളും ഇവിടെ നിന്നും ലഭ്യമാവും. അതായത് പ്ലോട്ട് കിട്ടിയാൽ ഫൗണ്ടേഷൻ മുതൽ കീ ഹാൻഡിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈൻ ഡ്രാഫ്റ്റിന്റെ ഉറപ്പാണ്. അപ്പോൾ ഇനി ടെൻഷൻ അടിക്കാതെ വീടെടുക്കാം, അത് ഡിസൈൻ ഡ്രാഫ്റ്റ് ഉള്ളപ്പോൾ. ഇനി സ്വപ്ന ഭവനം മിതമായ ബജറ്റിൽ ഡിസൈൻ ഡ്രാഫ്റ്റിനൊപ്പം. ഡിസൈൻ ഡ്രാഫ്റ്റ് ഡിസൈനേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, ഇരിഞ്ഞാലക്കുട, തൃശൂർ.